Hello guys, so welcome to the next session of the chapter Digestion and Absorption. So നമ്മൾ digestion and absorption ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ. അതിൽ we had discussed about dentition. Dentitionന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. Different types of dentition, what to see in our mouth. അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. And we had given a rough idea about our alimentary system. Okay, അല്ലെങ്കിൽ alimentary canalനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നമ്മൾ തന്നിട്ടുണ്ട്. So we are moving further on with this chapter. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് ഇസ് വാൾസ് ഓർ ലേയേഴ്സ് ഇൻ എലിമെന്ററി കനാൽ. നമ്മുടെ എലിമെന്ററി കനാൽ നിങ്ങൾ ഓൾറെഡി മുന്നത്തെ പിക്ചറിൽ കണ്ടതാണ്. ദിസ് ഇസ് അവർ എലിമെന്ററി കനാൽ അല്ലേ. സോ ഈ എലിമെന്ററി കനാലിനെ ഞാൻ ഇങ്ങനെ മുറിക്കുകയാണ്. ഓക്കെ, ഈ പറയുന്ന ഹൊറിസോണ്ടലി ഞാൻ കട്ട് ചെയ്തു, ഒരു സർക്കുലർ സെക്ഷൻ എടുത്തു. ഓക്കെ, ദാറ്റ് ഇസ് ക്രോസ് സെക്ഷൻ എടുത്തു. എനിക്ക് അങ്ങനെ ഞാനൊരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഇസ് ഞാനൊരു ഇൻറ്റസ്റ്റൈൻ്റെയോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെയോ വാൾ എടുത്ത് ഞാനൊരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ഞാനത് മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുകയാണെങ്കിൽ I'll be seeing these layers. Okay, ഈ layers ഒക്കെ ആയിരിക്കും ഞാൻ എനിക്ക് അതിലൂടെ കാണാൻ പറ്റുക. Which are those layers? Outer serosa will be there. Okay, outer serosa will be there. Then you can see next layer, the second layer as muscularis. The first layer, which is the outer layer, is serosa. The second layer is muscularis. ഈ muscularis എടുക്കുകയാണെങ്കിൽ there will be inner circular muscles and outer longitudinal muscle. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മസിലാണ് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ പുറത്ത് കാണിച്ചിട്ടുള്ളതൊക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും ഇന്നർ സർക്കുലാർ മസിൽസ് ആണ് ഇങ്ങനെ വരവരയായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. വരവരയായിട്ട് കാണിച്ചിട്ടുള്ളത് സർക്കുലാർ മസിൽസും പുറത്ത് കാണുന്നത് ഓവൽ ആയിട്ടുള്ള മസിൽ. ഒന്ന് ആലോചിച്ചാൽ അറിയാം, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ നീളനുള്ള മസിൽസാ. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്കത് സർക്കുലാർ ആയിട്ടാണ് കാണാം. പിന്നെ ഈ സർക്കിളിന്റെ ഭാഗം സർക്കുലാർ മസിൽസ് ഇങ്ങനെ വരവരയായിട്ടായിരിക്കും നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാണാം. ഒന്ന് തിങ്ക് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ദാറ്റ് ലെയർ ഇസ് കോൾഡ് as muscularis. എന്തായാലും അത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെയർ ആണ്. നൗ യു ക്യാൻ സീ ദ നെക്സ്റ്റ് ലെയർ, ദാറ്റ് ഇസ് സബ്മ്യൂക്കോസ. സബ്മ്യൂക്കോസൽ ലെയർ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി യു ക്യാൻ സീ ദിസ് ലെയർ, ദാറ്റ് ഇസ് മ്യൂക്കോസ. നാലാമത്തെ ലെയറിന്റെ പേരാണ് മ്യൂക്കോസ. ഓക്കെ, വിച്ച് ആർ ദ 4 layers of elementary canal? One is serosa, which is a fibrous layer. Fibrous layer ആണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. സോ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റീവ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചർ. ഇനി അടുത്തത് മസ്കുലാരിസ് ആണ്. മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെയർ ആണ്. റൈറ്റ്, മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പെരിസ്റ്റാലിസിസ്. പെരിസ്റ്റാലിസിസ് അതായത് എന്താണ്? മസിൽ കൺട്രാക്ഷൻ. അതായത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈ ഫുഡൊക്കെ മൂവ് ചെയ്യാൻ സഹായിക്കാൻ എന്ത് വേണം? മസിൽസ് വർക്ക് ചെയ്യണം. ആൻഡ് ദോസ് മസിൽസ് വിൽ ബി പ്രസന്റ് ഇൻ ദിസ് ലെയർ, ദാറ്റ് ഇസ് മസ്കുലാരിസ്. അതായത് മസ്കുലാർ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്ന ഒരു ലെയർ ആണ് മസ്കുലാരിസ്. സബ്മ്യൂക്കോസ. സബ്മ്യൂക്കോസൽ ലെയറിലാണ് യു ക്യാൻ സീ സെവറൽ ഡൈജസ്റ്റീവ് എൻസൈംസ്. ഡൈജസ്റ്റീവ് എൻസൈംസ് കാണാം, ബൈകാർബണേറ്റ് അയോൺസ് ഒക്കെ കാണുന്ന ഒരു ലെയർ ആണ് സബ്മ്യൂക്കോസൽ ലെയർ. ഓക്കെ, സബ്മ്യൂക്കോസ എന്ന് പറയുന്ന മൂന്നാമത്തെ ലെയർ വിൽ ബി റിച്ച് ഇൻ വാട്ട്? റിച്ച് ഇൻ എൻസൈംസ്. എൻസൈംസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് കാണുക. ആൻഡ് ഫൈനലി യു ക്യാൻ സീ മ്യൂക്കോസൽ ലെയർ. ഇതാണ് ആ മ്യൂക്കോസൽ ലെയർ കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കുന്ന കാണില്ലേ? ദിസ് ഇസ് എ മ്യൂക്കോസൽ ലെയർ. മ്യൂക്കോസൽ ലെയർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അതിൽ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. എന്ത് സെൽസാ? ഗോബ്ലെറ്റ് സെൽസ്. GOBLET. ഗോബ്ലെറ്റ് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് മ്യൂക്കസ്. മ്യൂക്കസ് എന്തിനാ? ഒരു വഴുവഴുപ്പ് ഉള്ളതാണ്, ശ്ലേഷ്മം എന്നൊക്കെ പറയും. റൈറ്റ്, ആ മ്യൂക്കസ് എന്താണ് ചെയ്യുക? മ്യൂക്കസ് എന്ത് ചെയ്യും? ലൂബ്രിക്കേറ്റ് ചെയ്യും, അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കും. സോ ദാറ്റ് ഫുഡ് ക്യാൻ ഈസിലി മൂവ്. റൈറ്റ്, അതിന് ഫുഡിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും മ്യൂക്കസ്. മ്യൂക്കോസ എന്നുള്ള പേര് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് എ മ്യൂക്കസ് റിച്ച് ലെയർ. അതിൽ ഗോബ്ലെറ്റ് സെൽസ് കാണാൻ പറ്റും വിച്ച് വിൽ ബി പ്രൊഡ്യൂസിങ് ദിസ് മ്യൂക്കസ്. ഓക്കെ, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഗോബ്ലെറ്റ് സെൽസ് ആണ്. ആൻഡ് ഈ മ്യൂക്കോസൽ ലെയറിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ കുറേ കണ്ടോ, ഇങ്ങനെ കുറേ ഫോൾഡ് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ ഇന്നർ ഫോൾഡിങ്സ് കാണാൻ പറ്റും. ആൻഡ് ദോസ് ഫോൾഡിങ്സ് ആർ കോൾഡ് as RUGAE. 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 Okay,
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നമ്മുടെ എലിമെന്ററി കനാലിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഏറ്റവും ഇന്നർ ലെയർ എന്ന് പറയുന്നത് മ്യൂക്കോസയാണ്, അതിൽ കുറേ റൂഗയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫുഡ് പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ റൂഗെ എന്ത് ചെയ്യും, റൂഗയൊക്കെ ഈ ഫോൾഡിങ്സ് ആണല്ലോ, ഫോൾഡിങ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർഫസ് ഏരിയ കൂട്ടും, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ഇൻക്രീസ് അബ്സോർപ്ഷൻ. ഓക്കെ, അബ്സോർപ്ഷൻ കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. So which are those layers and what are its functions? Serosa is the outer protective layer made up of fibrous wall, and you can see muscularis layer which is made up of muscles, inner circular muscle and outer longitudinal muscle. Submucosal layer which is made up of എന്തായിരിക്കും, submucosal layerൽ ആക്ച്വലി എന്താണ്, എൻസൈംസ് ആണ് കൂടുതലായിട്ട് കാണുക, അവിടെ ബ്ലഡ് വെസൽസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ആൻഡ് മ്യൂക്കോസ, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെയർ ആണ്. That is goblet cells ആയിരിക്കും അവിടെ കാണുക, which helps in lubrication of food. It helps in lubrication. Okay, lubrication help ചെയ്യും. അത് മാത്രമല്ല എന്തായിരിക്കും, ആ ലെയറിൽ you can see several infoldings called as rugae, which helps in increasing the surface area. അത്രയേ ഉള്ളൂ. ഇതാണ് ലേയേഴ്സ് ഓഫ് എലിമെന്ററി കനാൽ. എലിമെന്ററി കനാലിന്റെ എവിടെ മുറിച്ച് സർക്കുലർ സെക്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഈ 4 ലേയേഴ്സ് കാണാൻ പറ്റും. I think this portion is clear, right? So we are moving on to the next, that is digestion of food. Digestion of food തന്നെ നിങ്ങൾക്ക് ആകെ കൂടെ പഠിക്കാനുള്ളത് ഫങ്ഷൻ ഓഫ് മ്യൂക്കസ് പഠിക്കാനുണ്ട്, ബൈകാർബണേറ്റ് അയോൺസ് പഠിക്കാനുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഏതൊക്കെയാണ് ഇനാക്റ്റീവ് എൻസൈംസ് പഠിക്കാനുണ്ട്, ഗോബ്ലെറ്റ് സെൽസിന്റെ ഫങ്ഷൻ പഠിക്കാനുണ്ട്, ആൻഡ് ഫൈനലി സക്കസ് എൻട്രിക്കസ് എന്താണെന്നും കൂടെ പഠിക്കാനുണ്ട്. ഓൺലി ഇത്ര ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഫങ്ഷൻ ഓഫ് മ്യൂക്കസ് ഐ ഹാഡ് ഓൾറെഡി മെൻഷൻ. ഗോബ്ലെറ്റ് സെൽസ് ആണ് ഈ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗോബ്ലെറ്റ് സെൽസ് യു ക്യാൻ സീ ഇൻ വാട്ട്, നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ കാണാൻ പറ്റും, ആൻഡ് നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഈ ഗോബ്ലെറ്റ് സെൽസ് റിച്ച് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എപ്പിത്തീലിയത്തിൽ ഈ ഗോബ്ലെറ്റ് സെൽസ് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഗോബ്ലെറ്റ് സെൽസ് വിൽ ബി സെക്രീറ്റിംഗ് വാട്ട്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഏത് സെൽസ് ആ? ഗോബ്ലെറ്റ് സെൽസ്. ഐ ഹാഡ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ദാറ്റ്. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ആണ് വിച്ച് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ. ഓക്കെ, ഫുഡ് ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Bicarbonate ions. Okay, bicarbonate ions. This is bicarbonate, right? ഈ ബൈകാർബണേറ്റ് അയോൺ എന്തിനായിരിക്കും? ബൈകാർബണേറ്റിന്റെ നേച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. ഓക്കെ, സ്റ്റൊമക്കിൽ ഫുഡ് എത്തിക്കഴിഞ്ഞു വെച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് തരാം. സ്റ്റൊമക്കിൽ ഫുഡ് അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, നമ്മൾ വായിലിടുന്ന ഫുഡ് ചവച്ചരച്ചിട്ട് ബോളസ് രൂപത്തിൽ ഒരു സെമി സോളിഡ് ഫോമിലായിരിക്കും ഈസോഫാഗസ് വഴി പെരിസ്റ്റാലിസിസ് നടന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ദ റാപ്പിഡ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ് എന്ത്, പെരിസ്റ്റാലിസിസ് എന്ന് പറയാം. ആ പെരിസ്റ്റാലിസിസ് കഴിഞ്ഞ് സ്റ്റൊമക്കിലെത്തും ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ എന്ത് സംഭവിക്കും? ഫുഡിന്റെ ഡൈജഷൻ നടക്കും. വായയിൽ വെച്ച് സ്റ്റാർച്ചിന്റെ ഡൈജഷൻ നടക്കും. ഓക്കെ, സ്റ്റാർച്ചിന്റെ ഡൈജഷൻ നടക്കും. ഒരു 30% സ്റ്റാർച്ചിന്റെ ഡൈജഷൻ നടന്നതിന് ശേഷം സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പ്രോട്ടീൻ ഡൈജഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ചെറുതായിട്ട് ഫാറ്റിന്റെ ഡൈജഷൻ നടക്കും. ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് പെപ്സിനോജൻ. പെപ്സിനോജൻ ഫോമിലായിരിക്കും നമ്മുടെ സ്റ്റൊമക്കിൽ കിടക്കുന്നുണ്ടാവുക. ഈ പെപ്സിനോജനെ പെപ്സിൻ ആക്കി മാറ്റിയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുള്ളൂ. സോ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഓജൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഓൾറെഡി മുന്നേ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ, ഓജൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇനാക്റ്റീവ് ഫോം ആണ്. ഈ പെപ്സിനോജനെ പെപ്സിൻ ആക്കി മാറ്റി കഴിഞ്ഞു വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ. സോ ഈ പെപ്സിനോജനെ പെപ്സിൻ ആക്കി മാറ്റുന്നതാരാ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെങ്കിൽ സ്റ്റൊമക്കിലെ ഫുഡിന്റെ നേച്ചർ എന്താ? അസിഡിക് നേച്ചർ ആണ്. സ്റ്റൊമക്കിലെ ഫുഡ് ഇസ് അസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, അതായത് അവിടെ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ദ ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക് വിൽ ബി അസിഡിക് ഇൻ നേച്ചർ. പക്ഷേ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? ആൽക്കലൈൻ നേച്ചർ വേണം. ഓക്കെ, ബിക്കോസ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് അവിടെ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനും കുറച്ച് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് എൻസൈംസ് വിൽ ബി വർക്കിംഗ് ഓൺലി ഇൻ ആൽക്കലൈൻ pH. സോ സ്റ്റൊമക്കിലുള്ള ആ അസിഡിക് pHനെ ആൽക്കലൈൻ pH ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആര് സഹായിക്കും? ബൈകാർബണേറ്റ് അയോൺസ് സഹായിക്കും. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബൈകാർബണേറ്റ് അയോൺ? It neutralizes the acidity of food that comes from the stomach. സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ആ ഫുഡിന്റെ ആ സെമി സോളിഡ് ഫോമിന്റെ അസിഡിറ്റി കുറയും. എന്തിനാ? പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസിനെ ആക്ട് ചെയ്യാൻ.
അതായത് പാൻക്രിയാസിൽ നിന്ന് വരുന്ന എൻസൈംസിനും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന എൻസൈംസിനും ആക്ട് ചെയ്യാനായിട്ട് ആ അസിഡിറ്റി സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡിന്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര് ബൈകാർബണേറ്റ് അയോൺസ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് വി ആർ ഹാവിംഗ് ഇസ് inactive enzymes present in pancreatic juice. Which are those inactive enzymes present in pancreatic juice? ഞാൻ പറയാം. One is trypsinogen. Trypsinogen. The other one is chymotrypsinogen. Chymotrypsinogen. Last one is procarboxypeptidase. 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 These are the three enzymes which are present in pancreatic juice. One is trypsinogen, the other one is chymotrypsinogen, and the last one is procarboxypeptidase. Already പറഞ്ഞു ogen അതേപോലെ pro എന്നുള്ള വാക്കൊക്കെ വന്നു വെച്ചാൽ it will be indicating what? It will be indicating the inactive nature, right? അത് inactive ആണെന്ന് മനസ്സിലാക്കാനാണ് ഈ ogen അതുപോലെ ഇവിടെ ogen ഉണ്ട് pro എന്നുള്ള വാക്ക് indicate ചെയ്യുന്നത്. These are the inactive enzymes which are present in pancreatic juice. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് മാറും. ട്രിപ്സിനോജനെ എൻറ്ററോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഓക്കെ, എൻറ്ററോകൈനേസ്. ഈ എൻറ്ററോകൈനേസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റും. ആരാക്കി മാറ്റും? ട്രിപ്സിനാക്കി മാറ്റും. ആര്? എൻറ്ററോകൈനേസ്. ഞാൻ ഇവിടെ ഇതാണ് എൻറ്ററോകൈനേസ്. അത് കഴിഞ്ഞാൽ ഈ ട്രിപ്സിൻ എന്ത് ചെയ്യും? ഈ ട്രിപ്സിൻ കൈമോട്രിപ്സിനോജനിൽ ആക്ട് ചെയ്ത് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കി മാറ്റും. ആൻഡ് ഈ ട്രിപ്സിൻ പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെ ആരാക്കി മാറ്റും? ആ പ്രോ മാറ്റിയാൽ ആക്റ്റീവ് ഫോം ആയി. സോ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി മാറ്റും. Carboxypeptidase ആക്കി മാറ്റും. So trypsin, chymotrypsin and carboxypeptidase. These are the active form of enzymes present in pancreatic juice. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോട്ടീൻ ഡൈജഷൻ. സോ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ഈ ഇനാക്റ്റീവ് എൻസൈംസിനെയൊക്കെ ആക്റ്റീവ് എൻസൈംസ് ആക്കി മാറ്റും. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ. അത്രമാത്രം പഠിച്ചാൽ മതി. സോ നമ്മൾ മ്യൂക്കസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു, ബൈകാർബണേറ്റ് അയോൺസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു, ഇനാക്റ്റീവ് എൻസൈംസ് വിച്ച് ആർ പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് പറഞ്ഞു. ഇനി ഗോബ്ലെറ്റ് സെല്ലിന്റെ ഫംഗ്ഷൻ വിച്ച് വി ഹാഡ് ഓൾറെഡി മെൻഷൻ. എന്താ? മ്യൂക്കസ് പ്രൊഡക്ഷൻ ആണ് ഗോബ്ലെറ്റ് സെല്ലിന്റെ ഫംഗ്ഷൻ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഈ പറയുന്ന എപ്പിത്തീലിയൽ ലൈനിങ്ങിലൊക്കെ കാണുന്ന സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ് which produces mucus. ആ mucus എന്തിനു ഹെൽപ്പ് ചെയ്യും? ലൂബ്രിക്കേഷൻ. ആൻഡ് സക്കസ് എൻട്രിക്കസ്. എന്താ ഈ സക്കസ് എൻട്രിക്കസ് എന്ന് പറഞ്ഞാൽ? intestinal ജ്യൂസിനെ പറയുന്ന പേരാണ് സക്കസ് എൻട്രിക്കസ്. വാട്ട് ഇസ് ദാറ്റ്? intestinal ജ്യൂസിനെ പറയുന്ന പേരാണ് സക്കസ് എൻട്രിക്കസ്. ആൻഡ് ദിസ് intestinal ജ്യൂസ് എന്തൊക്കെ ഉണ്ടാവും? മ്യൂക്കസ് ഉണ്ടാവും, അതേപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ടാവും. ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് വന്ന ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ്, ഈ ആൾക്കാരും ഉണ്ടാവും. ആൻഡ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസ് അലോങ് വിത്ത് ഫുഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? intestinal juice refers to all enzymes and bicarbonate ions which are present in what? Intestine. അത്രേ ഉള്ളൂ. അതായത് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ്, ബൈകാർബണേറ്റ് അയോൺസ്, മ്യൂക്കസ്, ഇത്രയും അടങ്ങുന്നതാണ്. അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസും കൂടിയാൽ നമ്മൾ അതിനെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് അഥവാ സക്കസ് എൻട്രിക്കസ് എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, സക്കസ് എൻട്രിക്കസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് which consists of enzymes produced by intestine and pancreas. Along with that, it consists of bicarbonate ions and mucus. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈജഷൻ ഓഫ് ഫുഡിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. വൺ ഇസ് ഫംഗ്ഷൻ ഓഫ് മ്യൂക്കസ്, ബൈകാർബണേറ്റ് അയോൺസ്, ഇനാക്റ്റീവ് എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്, ഫംഗ്ഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽസ് ആൻഡ് സക്കസ് എൻട്രിക്കസ്. നമുക്ക് ലിവർ എന്ന് പറയുന്ന ഒരു മേജർ ടോപ്പിക് ഒമിറ്റഡ് ആണ്, എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇരുന്ന് വായിക്കുക കേട്ടോ. ലിവർ ഉണ്ട്, അതേപോലെ തന്നെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസും അവിടെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഫിങ്ക്റ്റേഴ്സിൻ്റെ ഒക്കെ പേര് വരുന്നുണ്ട്, സ്ഫിങ്ക്റ്റേഴ്സിൻ്റെ പേരൊക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും.
And finally, we have disorders of digestive system, which is the last topic of this chapter. Okay, disorders of digestive system. ആദ്യം വരുന്നത് diarrhea. You know what is diarrhea? വലിയ പരിചയമില്ലാത്ത ടേം ഒന്നുമല്ല ഡയറിയ എന്ന് പറഞ്ഞു വെച്ചാൽ. Diarrhea means what? It is irregular bowel movement, അല്ലെ, which results in increased liquidity of the bowel. അതായത് ബവലിന്റെ ലിക്വിഡിറ്റി കൂടും. എന്തുകൊണ്ടാ? It is due to irregular bowel movement. ഈ പറയുന്ന ഫുഡിന്റെ പ്രോപ്പർ ഡൈജഷൻ ഒന്നും നടക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇറഗുലർ ബവൽ മൂവ്മെന്റ് നടക്കും. അപ്പോൾ ഫ്ലൂയിഡിറ്റി ഓഫ് ബവൽ ഇൻക്രീസ് ചെയ്യും. നമ്മൾ നോർമലി വയറിളക്കം എന്ന് പറയുന്നത് തന്നെ ദാറ്റ് ഈസ് ഡയറിയ. ഡയറിയയിൽ എന്താ സംഭവിക്കുന്നത്? there will be increased fluidity of bowel due to irregular bowel movements. That is diarrhea. Now we have constipation. Constipation മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? മലബന്ധം, റൈറ്റ്? അതും ഇറഗുലർ ബവൽ മൂവ്മെന്റ്സ് ആണ്. അതായത് there will be slowing down of bowel movements. അതായത് പ്രോപ്പർ ഔട്ട്ഫ്ലോ ഓഫ് ബവൽ ഉണ്ടാവില്ല. ഓക്കെ, പ്രോപ്പർ ഔട്ട്ഫ്ലോ ഓഫ് ബവൽ ഉണ്ടാവില്ല. അതായത് ബവൽ അവിടെ കെട്ടിക്കിടക്കും ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ഫ്ലോ ഔട്ട്. ഓക്കെ, ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ, വിച്ച് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറിയ. ഡയറിയ എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ് ബവൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ബവൽ മൂവ്മെന്റ്സ്, ഒരുപാട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡിറ്റി കൂടും. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഡയറിയ. കോൺസ്റ്റിപ്പേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇറഗുലർ ബവൽ മൂവ്മെന്റ്സ് ആണ്, വേർ ബവൽ മൂവ്മെന്റ്സ് സ്ലോ ഡൗൺ ആൻഡ് ബവൽ വിൽ നോട്ട് പാസ് ഓഫ്. പുറത്തോട്ട് പോവാതിരിക്കും. ഓക്കെ, ദർ വിൽ ബി സം ഡിഫിക്കൽട്ടി ഓർ ഹിൻഡ്രൻസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ബവൽ ഔട്ട്വേർഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ജോണ്ടിസ്. മഞ്ഞപ്പിത്തം, ജോണ്ടിസ്. ഓക്കെ, ജോണ്ടിസിൽ ആക്ച്വലി നമ്മുടെ കണ്ണിന്റെ സ്ക്ലീറ, അതുപോലെ തന്നെ മുഖമൊക്കെ മഞ്ഞ കളറിലാവും. യൂറിനൊക്കെ ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി യെല്ലോ കളറിലായിട്ട് മാറും. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും, ബൈൽ ജ്യൂസ്. ആൻഡ് ദിസ് ബൈൽ ജ്യൂസ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്. ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബില്ലിറൂബിൻ, ബില്ലിവെറിഡിൻ എന്ന് പറയും. ഓക്കെ, ലിവർ പ്രൊഡ്യൂസസ് ബൈൽ ജ്യൂസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബൈൽ സോൾട്സ് ആൻഡ് ബൈൽ പിഗ്മെന്റ്സ്. അതിലെ ബൈൽ പിഗ്മെന്റ്സ് ആണ് ബില്ലിറൂബിനും ബില്ലിവെറിഡിനും. ഈ ബൈൽ പിഗ്മെന്റ്സിന്റെ അളവ് കൂടുമ്പോൾ, ഓക്കെ, ഡ്യൂ ടു സം മെറ്റബോളിക് എറർ, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുമ്പോൾ, ലിവറിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോൾ ഈ ബില്ലിറൂബിന്റെ അളവൊക്കെ കൂടും. ബില്ലിറൂബിന്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബില്ലിറൂബിന്റെ അളവ് കൂടുമ്പോൾ ഈ bilirubin is a yellow colored pigment which will be reflected in that bilirubin will be passing through our urine and അത് നമ്മുടെ ഈ പറയുന്ന ഐലസ് ക്ലീറ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ യെല്ലോ കളറാക്കി മാറ്റും. And that condition is called as jaundice, in which bile pigments are playing a major role. Bile pigments in accumulation ആണ് ഇതിന്റെ reason. Okay, and one more is there, that is indigestion. Indigestion, ദഹനക്കുറവ്, എല്ലാവരും കേട്ടുപരിചയമുള്ള ഒരു ടേം ആണ് ദഹനക്കുറവ് അഥവാ ഇൻഡൈജഷൻ. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ കിട്ടും ഇൻഡൈജഷന്റെ റീസൺ. ഓക്കെ, ഇംപ്രോപ്പർ ഡൈജഷൻ ഓഫ് ഫുഡ് ആണ്. ഇംപ്രോപ്പർ ഡൈജഷൻ ഓഫ് ഫുഡ് ഇസ് കോൾഡ് as indigestion. വാട്ട് ക്യാൻ ബി ദ റീസൺ ഫോർ ഇൻഡൈജഷൻ? നമ്മൾ എക്സസ് സ്പൈസി ഫുഡൊക്കെ കഴിക്കുകയാണ്, ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുകയാണ് വെച്ചാൽ ഇൻഡൈജഷൻ ഉണ്ടാവാം. സം സ്ട്രെസ്ഡ് ഔട്ട് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇൻഡൈജഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ മേജർ റീസൺ ഇസ് സ്പൈസി ഫുഡ്. സ്പൈസി ഫുഡാണ് ദ മേജർ റീസൺ വിച്ച് കോസസ് ഇൻഡൈജഷൻ. Indigestion is improper digestion of food which is mainly due to spicy food, stressed out conditions, etc. These are the reason for indigestion. So what are the disorders which we had discussed right now? Diarrhea, constipation, jaundice and indigestion. Okay, I think ഇവിടെ fluidity കൂടുന്നു, ഇവിടെ എന്താണ്? മലബന്ധമാണ്. That is there is irregular bowel movement, there will not be outflow of bowel. Jaundice, bile pigments are accumulated and നമ്മുടെ sclera, skin ഒക്കെ yellow color ആയിട്ട് മാറും. Indigestion, in which what is happening? Proper digestion of food is not happening due to stressed out conditions or spicy food. ഇതാണ് 4 disorders നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. And we had discussed other focus area points also in this chapter. 2 സെഷൻസ് ആയിട്ടാണ് പറഞ്ഞത്. 2 സെഷൻസും ക്ലിയർ ആയിട്ട് കേൾക്കണം. ആൻഡ് പറ്റുമെങ്കിൽ ഫോക്കസ് ഏരിയയിൽ കൂടുതൽ ടോപ്പിക്സ്, ബാക്കിയുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ലിവറും അതുപോലെ തന്നെ ഏരിയാസ്, ആ സ്ഫിങ്ക്ടേഴ്സ് ഒക്കെ വായിക്കാൻ പറ്റുവെച്ചാൽ ഇറ്റ് ഇസ് ഫാർ ബെറ്റർ, ബിക്കോസ് ദോസ് ആർ ടോപ്പിക്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ആസ് വെൽ. ഇനിയിപ്പോൾ എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതും കൂടെ വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫാർ ബെറ്റർ. എന്തായാലും മിനിമം ഇത് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. വി വിൽ മീറ്റ് ഇൻ അനദർ ക്ലാസ്. ഓക്കെ, ബൈ.